ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിജു വേലായുധൻ. ഷിജു വേലായുധൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസിലൊരു വീഡിയോ വരാൻ കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം. എനിക്ക് സത്യത്തിൽ 2016 ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ആരംഭിച്ചായിരുന്നു. ഷിജു വേലായുധൻ ഇതേ സെയിം പേരിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു. കൃഷിയെക്കുറിച്ചൊരു ഹരിതകേരളങ്ങൾ എന്നൊരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 4000 വ്യൂസോളം അത് പോയി. പക്ഷേ അതിനുശേഷം എനിക്ക് ആ യൂട്യൂബ് ചാനൽ എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ആ സമയത്ത് ടെക്നിക്കലി എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ത് കണ്ടന്റ് ചെയ്താൽ നമുക്ക് സക്സസ് ആകും അങ്ങനെയുള്ളൊരു ധാരണ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് വർഷം, ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ ഈ അടുത്ത് ആരംഭിച്ചത്. അത് തുടങ്ങാനുള്ള സാഹചര്യം എന്ന് വിചാരിച്ചത്, അതിനുള്ള കാരണം അത് ഫേസ്ബുക്ക് തന്നെയാണ്. കാരണം ഫേസ്ബുക്കിൽ ഞാൻ ഏകദേശം 2013 മുതൽ ഞാൻ ആക്റ്റീവായിരുന്നു. ഞാൻ ഏതൊരു പ്ലാറ്റ്ഫോമാണെങ്കിലും ശരി, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി, ഫേസ്ബുക്ക് ആണെങ്കിലും ശരി, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ടിക്ടോക്ക്, അങ്ങനത്തെ പല ആപ്പുകളും ഞാൻ ആദ്യമേ യൂസ് ചെയ്യില്ല. അത് കുറേ എല്ലാവരും യൂസ് ചെയ്തതിന് ശേഷമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് അത്ര ടെക്നോളജിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലായിരുന്നു. പിന്നെ ഞാനത് ഫേസ്ബുക്ക് യൂസ് ചെയ്തു. അതും കുറേ വർഷം ഞാൻ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട് എനിക്കുണ്ട്. ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട് ഫേസ്ബുക്കിലുണ്ടായിരുന്നു. കൃഷ്ണുണ്ണി അങ്കിളാണെങ്കിൽ ശരി, ഒരുപാട് ഫേസ്ബുക്കിൽ നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കുറേ വീഡിയോസ്, പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യും. എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാവും, കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യും. പിന്നെ എൻ്റെ പ്രൊഫൈൽ ലോക്കായിരുന്നു. ഞാൻ എൻ്റെ പ്രൊഫൈൽ പ്രൈവസി കാരണം ലോക്കാക്കി വെച്ചു. ഏകദേശം ഒരു 4-5 വർഷം ഞാൻ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഈ അടുത്താണ്, കഴിഞ്ഞ 2025 ഡിസംബറിലാണ് ഞാൻ എൻ്റെ പ്രൊഫൈൽ ഓൺ ചെയ്യാം എന്ന് വിചാരിച്ചു. ടിക്ടോക്കിലും പ്രൈവറ്റ് അക്കൗണ്ട് ചെയ്തു. കാരണം ഞാൻ ആക്ടിങ് ചെയ്ത റീൽസ് ചിലപ്പോൾ ഇട്ടാൽ ആരെങ്കിലും കളിയാക്കലോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. ചിലപ്പോൾ കളിയാക്കിയാലോ അങ്ങനെയൊക്കെ ഒരു ചെറിയ തോന്നലുണ്ട്. ഞാൻ ടിക്ടോക്ക് പ്രൈവറ്റ് ആക്കി ഇട്ടു. പിന്നെ ഞാൻ ആ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് അത് അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അല്ലെങ്കിൽ റീൽസ് അഭിനയിച്ചിട്ട് പറഞ്ഞ് സംസാര വിഷയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, നമുക്കും ചെയ്യാം അല്ലേ, എനിക്കും ചെറുതായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റൂല്ലേ, അങ്ങനെ എനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടിക്ടോക്കിൽ കുറേ റീൽസ് ചെയ്തു. അപ്പോഴും എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് തന്നെയായിരുന്നു. അപ്പോഴും പ്രൈവറ്റായി തന്നെ ഞാൻ ഇട്ടു, പബ്ലിക് ആക്കണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്തായിരുന്നു ഞാനത് പബ്ലിക്കാക്കി, ഇൻസ്റ്റാഗ്രാം പബ്ലിക്കാക്കി. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷനായി. പക്ഷേ കുറച്ചും കൂടി ക്രൈറ്റീരിയ ഉണ്ട് അതിൽ, ബോണസ് പോയിൻ്റ് ഒക്കെ ആയാലും കുറച്ചും കൂടി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതിലും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതൊക്കെയാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങണമെന്നൊരു ആഗ്രഹം. പക്ഷേ എനിക്ക് യൂട്യൂബിൽ എനിക്ക് വ്ളോഗ് ആകെ 1-2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലിലായിരുന്നു. അപ്പോൾ എനിക്കിനി പാലക്കാട് ആയതുകൊണ്ട് കുറേ റീൽസ് ചെയ്യണം, കുറേ വ്ളോഗ് ചെയ്യണം, ട്രാവൽ വ്ളോഗ് ചെയ്യണം. പാലക്കാടിലെ കുറേ സ്ഥലങ്ങളിൽ പോയി അത് വ്ളോഗ് ചെയ്ത് വ്യൂവേഴ്സിന് കാണിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ കണ്ടന്റുകൾ പറഞ്ഞു തരണം. കമൻറ്റ് ബോക്സിൽ കണ്ടന്റുകൾ അയച്ചു തരണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പോയ സ്ഥലങ്ങളിലെ യാത്രകൾ, ഫാമിലി, ഫുഡ് വ്ളോഗ്, അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിംസ്, ആക്ടിങ്ങിൽ പോകുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളതെല്ലാം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ പാലക്കാടുള്ള ഓരോ സ്ഥലങ്ങളും നിങ്ങളത് സജസ്റ്റ് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഓരോ സമയത്ത് പോയി അത് എക്സ്പ്ലോർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. പാലക്കാടിലെ ഓരോ സ്ഥലങ്ങളും ഞാൻ മലമ്പുഴ, ജസ്റ്റ് തെക്കേ മലമ്പുഴ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി കുറേ പാലക്കാടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പരിമിതികളുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി തന്നെ ഷൂട്ട് ചെയ്യണം. വേറെ ടെക്നിക്കലി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമാണെങ്കിൽ ശരി, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 700ഓളം റീൽസ് ചെയ്തത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ആരും ഷൂട്ട് ചെയ്യാനൊന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ഇഷ്ടം, അഭിനയത്തിലുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തതെന്ന് മാത്രം. എനിക്ക് അഭിനയിക്കാൻ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാ ഷൂട്ട് ചെയ്യുന്നത്? ആരും ഷൂട്ട് ചെയ്യാനില്ല, ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോസ് ആണെങ്കിൽ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഷിജു വേലായുധൻ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഒരു പുതിയ തുടക്കക്കാരനാണ് ഞാൻ യൂട്യൂബിൽ. എനിക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഉണ്ടാകണം. നിങ്ങൾ യൂട്യൂബിൽ
ഒരുപാട് കണ്ടൻറ്റ്സ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണം. ഷിജു വേലായുധൻ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാവർക്കും നന്ദി. ഇനിയും ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാകട്ടെ. ഒരുപാട് വീഡിയോ ചെയ്ത് നിങ്ങൾ മുൻപിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും യൂട്യൂബ് ചാനൽ കാണണം. ഒത്തിരി നന്ദി. താങ്ക് യു.